പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു വിഷയം അവതരിപ്പിക്കുന്നതിനായി എന്നെ ക്ഷണിച്ച KYSൻ്റെ ഭാരവാഹികൾക്കും ഈ പരിപാടിയുടെ സംഘാടകർക്കും ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. സമയപരിമിതി മൂലം നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയം ഇതാണ്: വിശ്വാസവും വിഭ്രാന്തിയും. വിഭ്രാന്തി എന്ന പദത്തിന് ഇംഗ്ലീഷിൽ ഒരുപക്ഷെ സൈക്കോസിസ് എന്ന വാക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ കരുതുന്നു. സൈക്കോസിസ് എന്ന വാക്ക് നിങ്ങൾക്ക് പരിചിതമായിരിക്കാം. സിനിമയിലൂടെയും അതുപോലെ നമ്മുടെ പോപ്പുലർ സയൻസിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും മനഃശാസ്ത്രത്തെക്കുറിച്ചും ആധുനിക മനോരോഗ വിജ്ഞാനീയത്തെക്കുറിച്ചും പരാമർശിക്കുമ്പോഴെല്ലാം ഈ വാക്ക് കടന്നു വരും. എന്താണ് വിശ്വാസവും വിഭ്രാന്തിയും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ വിഭ്രാന്തിയുടെ ന്യൂറോ സയൻസിനെ കുറിച്ചുള്ള ചിന്ത എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ അടരുകളെയും വേരുകളെയും വെളിപ്പെടുത്തുന്നത്? അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. ഒരു സംഭവ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇത് കഥയല്ല, ചരിത്രമാണ്. ഒരുപാട് കഥകൾക്കും കലാരൂപങ്ങൾക്കും അടിസ്ഥാനമായ ചരിത്രം. 15-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൻ്റെ ചരിത്രമാണിത്. 15-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൻ്റെ ചരിത്രം മാറ്റി എഴുതിയത് 17 വയസ്സുള്ള ഒരു കർഷക പെൺകുട്ടിയായിരുന്നു. ഈ കർഷക പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും: ജോൺ ഓഫ് ആർക്ക്. ഈ കർഷക പെൺകുട്ടിയുടെ ദർശനങ്ങളും അവൾ കേട്ട അരുളപ്പാടുകളും അശരീരികളുമാണ് 15-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തെ തന്നെ, യൂറോപ്പിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയത്. ഒരുപക്ഷെ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രപരമായ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കാൻ തക്കവണ്ണം ശക്തിമത്തായിരുന്നു അത്. അന്ന് നൂറ്റാണ്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമാണ്. 100 Years War, എറ ഓഫ് ഗ്രേറ്റ് ഫിയർ എന്നിത് ഈ കാലഘട്ടം ചരിത്രത്തിൽ അറിയപ്പെടുന്നു. അക്കാലത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്നു വന്നിരുന്ന യുദ്ധമാണ് ഈ 100 Years War എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ആർമിയുടെ മുമ്പിൽ ഫ്രഞ്ച് സൈന്യം ഏതാണ്ട് പൂർണ്ണമായും പരാജയപ്പെടും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ജോൺ ഓഫ് ആർക്ക് ഫ്രാൻസിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു കയറുന്നത്. അന്ന് ജോൺ ഓഫ് ആർക്കിന് 19 വയസ്സ് പ്രായമായിരുന്നു. ജോൺ ഓഫ് ആർക്കിൻ്റെ 13-ാമത്തെ വയസ്സ് തൊട്ടാണ് അവൾക്ക് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. തൻ്റെ പിതാവിൻ്റെ കൂടെ തോട്ടത്തിൽ നിൽക്കുമ്പോൾ വലിയ പ്രകാശത്തോടൊപ്പം ഒരു ശബ്ദം കേട്ടു എന്നാണ് അവൾ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് സെയിൻറ്റ് മിഖായേൽ, സെയിൻറ്റ് കാതറിൻ, സെയിൻറ്റ് മാർഗറ്റ് എന്നൊക്കെ പറഞ്ഞ് കത്തോലിക്കാ സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച പുണ്യാത്മാക്കളുടെ ശബ്ദങ്ങൾ അവൾ കേൾക്കാൻ തുടങ്ങി എന്നവൾ സാക്ഷ്യപ്പെടുത്തി. ആധുനിക മനോരോഗ വിജ്ഞാനീയത്തിൽ ഇതിനെ ഓഡിറ്ററി ആൻഡ് വിഷ്വൽ ഹലൂസിനേഷൻസ് എന്ന് പറയും. അതായത് അശരീരികൾ കേൾക്കുക, മായികമായ കാഴ്ചകൾ കാണുക. എന്നാൽ സാധാരണ സൈക്കോസിസ് രോഗികളിൽ നിന്ന് വിഭിന്നമായി ഈ ഹലൂസിനേഷൻസ് എന്ന് പറയുന്നത് സൈക്കോസിസിൻ്റെ, ചിത്തഭ്രമത്തിൻ്റെ, വിഭ്രാന്തിയുടെ ഒരു ലക്ഷണമാണ്. ഞാൻ അതിലേക്ക് വിശദമായി പിന്നീട് വരാം. ജോൺ ഓഫ് ആർക്കിൻ്റെ ലക്ഷണങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു, വളരെ വ്യക്തമായിരുന്നു. ഫ്രാൻസിനെ രക്ഷിക്കാനും ദാഫിൻ രാജകുമാരനെ കിരീടധാരണം ചെയ്യാനുമായി ദൈവം തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന ഉറച്ച ബോധ്യത്തിലാണ് ജോൺ ഓഫ് ആർക്ക് മുന്നോട്ട് പോയത്. 1429 ആ കാലഘട്ടം, കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ. അന്ന് ഓർലിയൻസ് ഉപരോധം നടക്കുകയാണ്. അതായത് ഫ്രാൻസിലെ വളരെ തന്ത്രപ്രധാനമായ ഒരു നഗരം ഇംഗ്ലീഷ് ആർമി വളഞ്ഞിരിക്കുകയാണ്. ആ നഗരം വീണാൽ ഫ്രാൻസ് ഏതാണ്ട് പൂർണ്ണമായി ഇംഗ്ലണ്ടിൻ്റെ അധീനതയിലാകുമായിരുന്നു.
അങ്ങനെ ഫ്രഞ്ച് സൈന്യം ആത്മവീര്യം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ജോൺ ഓഫ് ആർക്ക് ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അക്കാലത്ത് ആ നാട്ടിൽ ഫ്രാൻസിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കന്യക ഫ്രാൻസിനെ രക്ഷിക്കും. ആ വിശ്വാസവും ജോൺ ഓഫ് ആർക്കിൻ്റെ വരവും എല്ലാം ഒരുമിച്ചായിരുന്നു. അങ്ങനെ ജോൺ ഓഫ് ആർക്ക് ഫ്രഞ്ച് രാജാവിനെ കാണുന്നത് വരെ അവളുടെ ദർശനങ്ങൾ അവളെ നയിച്ചു. ആർമിയുടെ ചുമതല രാജാവ് അവളെ ഏൽപ്പിച്ചു. ദൈവീകമായ അംഗീകാരത്താലും അധികാരത്താലുമാണ് താൻ ഫ്രഞ്ച് സൈന്യത്തെ നയിക്കുന്നത് എന്ന് ജോൺ ഓഫ് ആർക്ക് ഉറച്ചു വിശ്വസിച്ചു. ഇത് ഫ്രഞ്ച് ആർമിയുടെ ഭയത്തെ ഇല്ലാതാക്കി. ഒരുതരം സോഷ്യൽ കണ്ടാജിയൻ, മാനസികമായ ഒരുതരം പടരൽ ആയി അവളുടെ വാക്കുകൾ വലിയൊരാവേശമായി ഫ്രഞ്ച് സൈന്യം ഏറ്റെടുക്കുകയും ഭയമില്ലാതെ അവർ യുദ്ധം ചെയ്യുകയും ചെയ്തു. ജോൺ ഓഫ് ആർക്ക് ഫ്രഞ്ച് ആർമി അടിമുടി പരിഷ്കരിച്ചു. അവർ മദ്യപാനം ഇല്ലാതാക്കി, അതിനെ ഒരു വിശുദ്ധ സൈന്യം എന്നുള്ള രീതിയിൽ പുനഃക്രമീകരിച്ചു. ഇങ്ങനെ ജോൺ ഓഫ് ആർക്ക് ഈ യുദ്ധം വിജയിച്ചു. പിന്നീട് യുദ്ധം മുന്നോട്ട് പോവുകയും 1430 ബർഗണ്ടിയൻ സൈന്യം ജോൺ ഓഫ് ആർക്കിനെ പിടികൂടുകയും ഇംഗ്ലീഷ് ആർമിക്ക് കൈമാറുകയും അവർ വിചാരണ ചെയ്യുകയും ഈ ദൈവികമായ ശബ്ദങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഈ ശബ്ദങ്ങൾ ഇംഗ്ലീഷിലാണോ ഫ്രഞ്ചിലായിരുന്നോ എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ദൈവം ഫ്രഞ്ചുകാരോടാണോ ഇംഗ്ലീഷുകാരോടാണോ സംസാരിക്കുന്നത് എന്നായിരുന്നു ഈ വിചാരണക്കാരൻ തേടിയിരുന്ന ഒരു പ്രധാന പ്രശ്നം. അങ്ങനെ അന്ധവിശ്വാസവും മന്ത്രവാദവും പുരുഷവേഷം ധരിക്കലും ഒക്കെ കുറ്റമായി ചുമത്തി ജോൺ ഓഫ് ആർക്കിനെ ജീവനോടെ കത്തിച്ചു. 1431 മെയ് 30 തൻ്റെ 19ാമത്തെ വയസ്സിൽ റൂവൻ നഗരത്തിൽ വെച്ച് ജോൺ ഓഫ് ആർക്ക് ജീവനോടെ ചുട്ടെരിക്കപ്പെട്ടു. പിന്നീട് ജോൺ ഓഫ് ആർക്കിൻ്റെ പുനർവിചാരണ നടക്കുന്നത് 1456 യുദ്ധം അവസാനിക്കുകയും ഫ്രാൻസ് വിജയിക്കുകയും ചെയ്തതോടുകൂടി ജോണിനെ വിധിച്ച വിധി തെറ്റായിരുന്നു എന്ന് തെളിയിക്കേണ്ടത് ഫ്രഞ്ച് രാജാവിൻ്റെ ഒരു ആവശ്യമായി തീർന്നു. അങ്ങനെ ജോൺ ഓഫ് ആർക്കിൻ്റെ കുടുംബാംഗങ്ങളുടെയും ഫ്രഞ്ച് രാജാവിൻ്റെയും സ്വാധീന ഫലമായി പോപ്പ് കാലിക്ടസ് III കേസ് പുനഃപരിശോധിക്കുകയും ജോൺ ഓഫ് ആർക്കിനെ കുറ്റവിമുക്തയാക്കുകയും ചെയ്തു. പിന്നീട് 1920കളിലാണ് കാത്തലിക് ചർച്ച് ജോൺ ഓഫ് ആർക്കിനെ ഔദ്യോഗികമായി വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 20 മെയ് 16 ബെനഡിക്റ്റ് 15 പോപ്പാണ് ജോൺ ഓഫ് ആർക്കിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. എങ്ങനെയാണ് ജോൺ ഓഫ് ആർക്കിനുണ്ടായത്? വിഭ്രാന്തിയായിരുന്നു, സൈക്കോസിസ്, മായികമായ ശബ്ദങ്ങൾ, മായികമായ കാഴ്ചകൾ, ഹലൂസിനേഷൻസ്, ഡെലൂഷൻസ്, ഉറച്ച വിശ്വാസങ്ങൾ, ദൈവം തന്നെ ഒരു മിഷൻ ഏൽപ്പിച്ചിരിക്കുന്നു, ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസം. അത് ചരിത്രത്തിൽ ഒരു വലിയ ഇടപെടൽ നടത്തുകയാണ്. കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ രാജ്യത്ത്, ആ ഭൂവിഭാഗത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയുടെ സാമൂഹ്യമായും സാംസ്കാരികമായും വിശ്വാസപരമായും പരുവപ്പെട്ട ധാരണകളോട് ചേർന്ന് ഒരു പെൺകുട്ടിയുടെ വിഭ്രാന്തി ഒരു ദേശത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതുകയും പിന്നീട് അവളെ ഒരു മതവിഭാഗം വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇത് നമ്മുടെ കൺമുന്നിൽ നടന്ന എഴുതപ്പെട്ട ചരിത്രമാണ് 15ാം നൂറ്റാണ്ടിൽ. അപ്പോൾ എങ്ങനെയാണ് ചരിത്രാതീത കാലത്ത് പുസ്തകങ്ങൾക്കും പ്രവാചകന്മാർക്കും മുമ്പ് എങ്ങനെയാണ് മനുഷ്യൻ്റെ മസ്തിഷ്കം വിശ്വാസധാരകളെ രൂപപ്പെടുത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇത് ചില ചിന്തകൾ നൽകുന്നുണ്ട്. നാം പലപ്പോഴും പറയാറുണ്ട്, ആധുനിക മനുഷ്യൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഏതാണ്ടൊരു 50,000-60,000 വർഷങ്ങൾക്ക് മുമ്പും ഏതാണ്ട് ഇതുപോലെയായിരുന്നു. കോഗ്നിറ്റീവ് റെവല്യൂഷൻ്റെ ബൗദ്ധിക വിപ്ലവത്തിന് ശേഷം ഏതാണ്ട് ഇതുപോലെയൊക്കെയായിരുന്നു. നമ്മുടെ അതേ ബ്രെയിൻ സോഫ്റ്റ്വെയർസ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഘടനയും രൂപവും തന്നെയാണ് ഏതാണ്ട് 50,000 തൊട്ട് 60,000 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക മനുഷ്യനും പേറിയിരുന്നത്. അക്കാലത്ത്
അവർ ഗുഹാചിത്രങ്ങൾ രചിച്ചു. ഇക്കാലത്തും മനുഷ്യർക്ക് വിഭ്രാന്തികൾ ഉണ്ടാകുമായിരുന്നു. എങ്ങനെയായിരിക്കാം ഈ എഴുതപ്പെടാത്ത കാലത്ത്, അപ്പർ പാലിയോലിത്തിക് പീരീഡ്, ഉത്തര പ്രാചീന ശിലായുഗത്തിൽ എങ്ങനെയാവാം ഇത്തരം മാനസികമായ സംഭ്രാന്തികൾ, വിഭ്രാന്തികൾ, ചിത്തഭ്രമം മനുഷ്യൻ്റെ വിശ്വാസധാരകളെ രൂപപ്പെടുത്തിയത്? അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതോട് ചേർത്ത് മറ്റൊരു ചരിത്ര സംഭവം കൂടി പറയുകയാണ്. 1518 ഡാൻസിങ് പ്ലേഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഫ്രാൻസിൽ തന്നെ ഉണ്ടായി. 1518 ജൂലൈ മാസത്തിൽ ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് നഗരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ സംഭവിച്ച കാര്യം ഇതാണ്. ഫ്രോട്രോഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് തെരുവിലിറങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി. യാതൊരു സംഗീതവും ഇല്ലാതെ ഇവൾ ആവേശത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആദ്യ ആഴ്ചയിൽ തന്നെ ഈ നഗരത്തിലെ ഏതാണ്ട് 34 പേർ ഇവർക്കൊപ്പം ഈ നൃത്തത്തിൽ പങ്കുചേർന്നു. ഒരു മാസത്തിനുള്ളിൽ ഈ നർത്തകരുടെ എണ്ണം 400 ഉയർന്നു. ഇവർക്ക് ആഹാരമോ വെള്ളമോ ഉറക്കമോ ഇല്ലാതെ ദിവസങ്ങളോളം നൃത്തം ചെയ്തു. തടയാൻ ശ്രമിച്ചിട്ടും ഈ നൃത്തം ഇവർക്ക് നിർത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഈ നൃത്തം പിന്നീട് പലരുടെയും ഹൃദയാഘാതത്തിലേക്കും പക്ഷാഘാതത്തിലേക്കും അമിതമായ ക്ഷീണത്തിലേക്കും നിർജ്ജലീകരണത്തിലേക്കും ഒക്കെ നയിച്ചു. എന്തായിരുന്നു ഈ പ്രതിഭാസത്തിൻ്റെ കാരണം? ഇതൊരു മാസ് സൈക്കോസിസ് അല്ലെങ്കിൽ മാസ് ഹിസ്റ്റീരിയ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് ഇന്ന് ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കി ആധുനിക മനോരോഗ വിജ്ഞാനീയം അഥവാ മോഡേൺ സൈക്യാട്രി വിലയിരുത്തുന്നു. അക്കാലത്ത് ആളുകളുടെ ഈ വിശ്വാസത്തെയൊക്കെ വീണ്ടും വർദ്ധിപ്പിച്ച മറ്റൊരു കാര്യം, ഈ സെയിൻറ്റ് വിറ്റസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ്റെ ശാപം ഉണ്ടായാൽ നിർത്താതെ നൃത്തം ചെയ്യും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ സെയിൻറ്റ് വിറ്റസ് ആ നഗരത്തെ ശപിച്ചിരിക്കുകയാണ് എന്നൊരു ധാരണയും ആളുകളുടെ ഇടയിൽ പടർന്നു പിടിച്ചു. ഇതും ഈ സമൂഹ നൃത്തത്തിന് കാരണമായതായി കണക്കാക്കുന്നു. അതുപോലെ ധാന്യങ്ങളിൽ കാണുന്ന എർഗട്ട് എന്ന് പറയുന്ന ഫംഗസ് വ്യാപിച്ചതാണ് ഈ ചിത്തഭ്രമത്തിൻ്റെ, വിഭ്രാന്തിയുടെ ആരംഭ കാരണം എന്നും വിലയിരുത്തുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് 1692 അമേരിക്കയിലെ സേലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന മന്ത്രവാദി വേട്ട, സേലം വിച്ച് ട്രയൽസ് എന്നിത് ചരിത്രത്തിൽ പ്രശസ്തമാണ്. സേലം ഗ്രാമത്തിലെ പാസ്റ്ററായ സാമുവൽ പാരിസിന്റെ മകൾ ബെറ്റി, സഹോദരി പുത്രി അബിഗൈൻ എന്നിവരിലാണ് ആദ്യമായിട്ട് ലക്ഷണങ്ങൾ കണ്ടത്. അവർ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി, തറയിൽ കിടന്ന് ഉരുണ്ടു, ശരീരം അസ്വാഭാവികമായിട്ട് വളയ്ക്കുക, തങ്ങളെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പോലെ നിലവിളിക്കുക. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപക്ഷെ അതിനെ കൺവേർഷൻ ഡിസോർഡർന്നോ പൊസഷൻ അറ്റാക്കെന്നോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് അവസ്ഥ എന്നൊക്കെ പറയാം. ഈ പെൺകുട്ടികൾ ആ ഗ്രാമത്തിലെ ചിലരുടെ പേര് പറയാൻ തുടങ്ങി. അങ്ങനെ മന്ത്രവാദികളുടെ ആത്മാക്കൾ തങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതായി അവർ പറഞ്ഞു തുടങ്ങി. അത് അവിടുത്തെ ലോക്കൽ കോടതി വലിയൊരു വെളിപാടായി, സത്യമായി ഏറ്റെടുത്തു. പിന്നീട് ഈ പെൺകുട്ടികളുടെ വാക്കുകൾ വേദവാക്യമായി കേട്ടുകൊണ്ട് ഏകദേശം 200ഓളം പേരെ മന്ത്രവാദ കുറ്റം ചുമത്തി ജയിലിലടച്ചു. 19 പേരെ തൂക്കിക്കൊന്നു. ഇതാണ് ഈ സേലം എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന മന്ത്രവാദ വേട്ട. ഇപ്പോൾ സൈക്കോസിസ് ചരിത്രത്തിൽ നടത്തിയ ചില ഇടപെടലുകളെക്കുറിച്ച് ഞാനൊന്ന് പരാമർശിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. മോഡേൺ സൈക്യാട്രി സൈക്കോസിസിനെ ഒരു പ്രത്യേക രോഗമായിട്ടല്ല, മറിച്ച് തലച്ചോറിൻ്റെ വിവരശേഖരണ പ്രക്രിയയിൽ അഥവാ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിൽ സംഭവിക്കുന്ന ഒരു പ്രവർത്തന വൈകല്യമായിട്ടാണ് നിർവചിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിരവധിയായ ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ട്. ന്യൂറോ സയൻസിൻ്റെ ഭാഷയിൽ ഇതിനെ വിവരിക്കുന്നു. നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഡോപ്പമീൻ എന്ന രാസവസ്തുവിൻ്റെ ക്രമരാഹിത്യമാണ് ചിത്തഭ്രമത്തിന് കാരണമാകുന്നത് എന്ന് ആധുനിക ന്യൂറോ സയൻസ് വിലയിരുത്തുന്നു.
നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് പ്രധാനമായും 5 പാത്വേകളുണ്ട്, അല്ലെങ്കിൽ 5 ന്യൂറൽ ട്രാക്റ്റുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് മീസോലിംബിക് പാത്വേ ആൻഡ് മീസോകോർട്ടിക്കൽ പാത്വേ. മീസോലിംബിക് പാത്വേ എന്ന് പറയുന്ന ന്യൂറൽ പാത്വേയിൽ ഡോപ്പമീൻ എന്ന രാസവസ്തു കൂടുകയും മീസോകോർട്ടിക്കൽ എന്ന് പറയുന്ന ന്യൂറൽ പാത്വേയിൽ ഡോപ്പമീൻ കുറയുകയും ചെയ്യുമ്പോഴാണ് ചിത്തഭ്രമം അഥവാ സൈക്കോസിസ് ഉണ്ടാകുന്നത് എന്ന് പ്രാഥമികമായിട്ട് പറയാം. മീസോലിംബിക് പാത്വേയിൽ ഡോപ്പമീൻ കൂടുമ്പോൾ പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സൈക്കോസിസ് ഉണ്ടാവും. എന്താണ് ഈ പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സൈക്കോസിസ്? ഞാൻ നേരത്തെ പറഞ്ഞ ഡെലൂഷൻസ്, മിഥ്യാധാരണകൾ, ഹലൂസിനേഷൻസ്, മായികമായ അനുഭവങ്ങൾ. മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമീൻ കുറയുമ്പോഴാണ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സൈക്കോസിസ് ഉണ്ടാവുന്നത്. എന്താണ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സൈക്കോസിസ്? എസോഷ്യാലിറ്റി, എവോലിഷൻ, എലോഗിയ, സംസാരിക്കാതിരിക്കുക, വാക്കുകൾ കുറയുക, സാമൂഹ്യമായ ഉൾവലിയൽ, പ്രചോദനമില്ലായ്മ. അങ്ങനെ ഒരു വ്യക്തി സാമൂഹ്യമായും ശാരീരികമായും ഉൾവലിയുന്നു. ഇതാണ് നെഗറ്റീവ് സിംറ്റംസ് ഓഫ് സൈക്കോസിസ്. എന്താണ് നമ്മുടെ ബ്രെയിനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ മനോരോഗങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ വർഗീകരണത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായ DSM-5, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് 5, അത് വിവരിക്കുന്നത് 5 ലക്ഷണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡെലൂഷൻസ്, മിഥ്യാധാരണകൾ, ഹലൂസിനേഷൻസ്, മായികമായ അനുഭവങ്ങൾ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ആൻഡ് തോട്ട്, ക്രമം തെറ്റിയ സംസാരവും ചിന്തകളും, ഗ്രോസ്ലി ഡിസോർഗനൈസ്ഡ് ഓർ കാറ്ററ്റോണിക് ബിഹേവിയർ, ക്രമം തെറ്റിയ പെരുമാറ്റവും, കാറ്ററ്റോണിയ പോലെ ഒരാളൊരു റെസ്പോൺസ്, അതായത് പ്രതികരണങ്ങളോട് പ്രതികരിക്കാതെ പ്രതിമ പോലെ ആയിത്തീരുന്ന, ഒരു മെഴുകു പ്രതിമ പോലെ നിശ്ചലമായിത്തീരുന്ന ഒരവസ്ഥ, അതാണ് കാറ്ററ്റോണിക് ബിഹേവിയർ. നെഗറ്റീവ് സിംറ്റംസ്, ഇതൊക്കെയാണ് ഈ ചിത്തഭ്രമത്തിൻ്റെ അല്ലെങ്കിൽ വിഭ്രാന്തിയുടെ ലക്ഷണങ്ങൾ. ഇത് ഏതൊക്കെ അസുഖങ്ങളിൽ വരാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും ലളിതമായിട്ട് മെഡിക്കൽ സയൻസിൽ പറയാറുണ്ട്, പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, മറിച്ച് ഒരു രോഗലക്ഷണമാണ്. അതുപോലെ സൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗമല്ല, കുറേയധികം രോഗലക്ഷണങ്ങളുടെ ഒരു സംഘാതമാണ്, ഒരു സമൂഹമാണ്. അത് നിരവധിയായ മാനസിക രോഗങ്ങളിൽ കാണാം. സ്കീസോഫ്രീനിയ, ചിത്തഭ്രമ രോഗം, ബ്രീഫ് സൈക്കോട്ടിക് ഡിസോർഡർ, ഡെലൂഷണൽ ഡിസോർഡർ, സ്കീസോ അഫക്റ്റീവ് ഡിസോർഡർ, സ്കീസോഫ്രെനിഫോം ഡിസോർഡർ, സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് അഥവാ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടാകുന്ന ചിത്തഭ്രമം, സൈക്കോട്ടിക് ഡിസോർഡർ ഡ്യൂ ടു മെഡിക്കൽ കണ്ടീഷൻസ്, നിരവധിയായിട്ടുള്ള മെഡിക്കൽ രോഗങ്ങൾ, മറ്റ് ശാരീരിക രോഗങ്ങളുടെ ഭാഗമായി ചിത്തഭ്രമം വരുന്ന അവസ്ഥ. അതുപോലെ മൂഡ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള സിവിയർ ഡിപ്രസീവ് എപ്പിസോഡ് വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ്, ബൈപോളാർ ഡിസോർഡർ, ഉന്മാദ വിഷാദ രോഗം, നിരവധിയായിട്ടുള്ള മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, SLE, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്, സ്ട്രോക്ക് വന്നവരിൽ, തലച്ചോറിന് പരിക്ക് പറ്റിയവരിൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചവരിൽ, ഡിമെൻഷ്യ, അൾസിമേഴ്സ് ഡിമെൻഷ്യ വന്നവരിൽ, ഹോർമോണുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് തൈറോയിഡ് അബ്നോർമാലിറ്റി ഉള്ളവരിൽ, ചില അണുബാധകളുള്ളവരിൽ, കടുത്ത ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളിൽ, ഉദാഹരണത്തിന് മലമ്പനി പോലെയുള്ള അല്ലെങ്കിൽ ചില വൈറൽ പനികൾ കൊണ്ടുള്ള മസ്തിഷ്ക വീക്കം സംഭവിക്കുമ്പോൾ ഇതിലെല്ലാം സൈക്കോസിസ് ഉണ്ടാവാം, ചിത്തഭ്രമം ഉണ്ടാകാം. ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ കൊണ്ട് സൈക്കോസിസ് ഉണ്ടാവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 പോസിറ്റീവ് സിംറ്റംസ് ആണ് ഡെലൂഷൻസും ഹലൂസിനേഷൻസും. ഈ ഡെലൂഷൻസിനെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഞാനിത് ആമുഖമായിട്ട് പറയുന്നതാണ്. പെർസിക്യൂട്ടറി ഡെലൂഷൻ, ആരോ നമ്മെ ഉപദ്രവിക്കാൻ വരുന്നു, നമ്മെ പിന്തുടരുന്നു, നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള മിഥ്യാധാരണ, പെർസിക്യൂട്ടറി ഡെലൂഷൻ. ഇത് വളരെ സാധാരണമാണ്. വിഷാദ രോഗത്തിലും സ്കിസോഫ്രീനിയയിലൊക്കെ വളരെ സാധാരണമായ ഒന്നാണ് ഈ പെർസിക്യൂട്ടറി ഡെലൂഷൻ. ചില ആളുകൾ പറയാറുണ്ട്, എന്നെ പോലീസ് പിന്തുടരുന്നു, CIA എന്നെ പിടിക്കാൻ വരുന്നു,
എൻ്റെ ബന്ധുമിത്രാദികൾ എനിക്കെതിരെ കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, എൻ്റെ ഭക്ഷണത്തിൽ അവരെന്തോ കലർത്തി തരുന്നു. ഇതെല്ലാം പെർസിക്യൂട്ടറി ഡെലൂഷനാണ്, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. റഫറൻഷ്യൽ ഡെലൂഷൻ, പുറം ലോകത്തെ സാധാരണ കാര്യങ്ങൾ തനിക്കുള്ള പ്രത്യേക സൂചനകളാണെന്നൊരു വ്യക്തി വിചാരിക്കുക. ഇപ്പം ടി വിയിലെ വാർത്ത വായനക്കാരൻ തന്നെ നോക്കിയാണ് വാർത്ത വായിക്കുന്നത്, തന്നെക്കുറിച്ച് പത്രത്തിൽ വാർത്ത വരുന്നു, പുറത്തിറങ്ങുമ്പോൾ ആളുകൾ സംസാരിക്കുന്നത് തന്നെക്കുറിച്ചാണ്. ഡെലൂഷൻ ഓഫ് റഫറൻസ്. സൊമാറ്റിക് ഡെലൂഷൻ, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകമായ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിച്ചു എന്നൊക്കെയുള്ള മിഥ്യാധാരണ. ഇറോട്ടോമാനിക് ഡെലൂഷൻ, ഉയർന്ന പദവിയിലുള്ള ആരോ അല്ലെങ്കിൽ ഒരു സിനിമാ താരോ ഉയർന്ന പദവിയിലുള്ള ആരെങ്കിലോ തന്നോട് പ്രണയബദ്ധരാണ് എന്നുള്ള മിഥ്യാവിശ്വാസം. ഡെലൂഷൻ ഓഫ് ലവ്. ഞാനത് കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. പണ്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ, ശ്രീചിത്ര തിരുനാളിനെ ഒരു മനോരോഗിയായ സ്ത്രീ പിന്തുടർന്നിരുന്നു. മഹാരാജാവിൻ്റെ പത്നിയാണ് എന്നവർ അവകാശപ്പെട്ടിരുന്നു. അത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീചിത്ര തിരുനാളിനെ പിന്തുടർന്ന മനോരോഗിയായ ഒരു സ്ത്രീ. അതുപോലെ ഡെലൂഷൻ ഓഫ് ജലസി, തൻ്റെ പങ്കാളിക്ക് മറ്റൊരാളുമായിട്ട് ലൈംഗിക ബന്ധമുണ്ട് അല്ലെങ്കിൽ തെറ്റായ ബന്ധമുണ്ട് എന്നുള്ള മിഥ്യാധാരണ. ഇതാണ് ഈ ഒഥല്ലോ സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ഒഥല്ലോ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഷേക്സ്പിയറിൻ്റെ പ്രഖ്യാതമായ കഥാപാത്രമാണ് ഒഥല്ലോ. കളിയാട്ടം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ അവാർഡ് നേടിയ ഒരു മലയാള സിനിമയിൽ ഒഥല്ലോയിലെ കഥയാണ് എടുത്തു വച്ചിട്ടുള്ളത്. അതിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച പെരുവണ്ണാൻ, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒഥല്ലോയെയാണ്, ഒഥല്ലോയുടെ മലയാളം വേർഷനാണ്, മലയാളീകരിക്കപ്പെട്ട രൂപമാണ്. അപ്പോൾ ഈ ഒഥല്ലോയുടെ കഥയിൽ നിന്നാണ് ഇത്തരം ഡെലൂഷന് ഒഥല്ലോ സിൻഡ്രോം എന്ന് മറ്റൊരു പേര് വരുന്നത്. ഇതുപോലെ ഹലൂസിനേഷൻസ്, ശബ്ദങ്ങൾ കാതിൽ കേൾക്കുക, ഓഡിറ്ററി ഹാലൂസിനേഷൻ, ഇല്ലാത്ത കാഴ്ചകൾ കൺമുന്നിൽ കാണുക, വിഷ്വൽ ഹാലൂസിനേഷൻസ്. ഒൾഫാക്ടറി ഹാലൂസിനേഷൻസ്, ഇല്ലാത്ത ഗന്ധങ്ങൾ അറിയാനിടയാവുക. ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻസ്, അജ്ഞാതമായ രുചികൾ അറിയുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഹലൂസിനേഷൻസ്, മായികമായ അനുഭവങ്ങൾ. നമ്മുടെ ചിന്ത ഇതാണ്, എന്തുകൊണ്ടാണ് സൈക്കോസിസ് എന്ന് പറയുന്ന രോഗം ഇത്ര പ്രിവലൻ്റായി തീർന്നത്? ഏതാണ്ട് 1% ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ചിത്തഭ്രമരോഗം അഥവാ സ്കീസോഫ്രീനിയ ഉണ്ടെന്ന് കണക്കാക്കുന്നു. വിഷാദത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഏതാണ്ട് 10 തൊട്ട് 20% വരെ അത് നീളുന്നു. സ്ത്രീകളുടെ കണക്കെടുത്താൽ 20% സ്ത്രീകൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വിഷാദം അനുഭവിക്കുന്നു എന്ന് കണക്കാക്കുന്നു. ബൈപോളാർ ഡിസോർഡറിൻ്റെ കാര്യമെടുത്താൽ ഏതാണ്ട് 2 തൊട്ട് 4% വരെ. സോഫ്റ്റ് ബൈപോളാർ എന്ന് പറയുന്ന അതിൻ്റെ കാറ്റഗറിയെ കൂടി പരിഗണിച്ചാൽ ഏതാണ്ട് 6% വരെ ആളുകൾ ബൈപോളാർ ഡിസോർഡറിൻ്റെ ജീനുകൾ പേറുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതെല്ലാം സൈക്കോസിസ് വരാം. തീവ്രാവസ്ഥയിൽ ഈ മൂഡ് ഡിസോർഡേഴ്സിലെല്ലാം സൈക്കോസിസ് അഥവാ ചിത്തഭ്രമം വരാം. എന്തുകൊണ്ട് പരിണാമം ഈ മനോരോഗമെന്ന് ആധുനിക സയൻസ് വിലയിരുത്തിയ ചികിത്സിക്കുന്ന ഈ ലക്ഷണങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള അന്വേഷണം വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് സൈക്കോസിസിന് ഒരു പരിണാമപരമായ വിശദീകരണം ആവശ്യമായി വരുന്നത്? സൈക്കോസിസിൽ സംഭവിക്കുന്നത് ഒരു വ്യക്തിയുടെ കോണ്ടാക്ട് വിത്ത് റിയാലിറ്റി, യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ പരിണാമം പിന്തുണയ്ക്കുന്നത്? അത് നെഗറ്റീവ് സെലക്ഷന്, നെഗറ്റീവ് തെരഞ്ഞെടുപ്പിന് വിധേയമായി ആ ജീനുകൾ എന്തുകൊണ്ടാണ് പ്രാചീന ശിലായുഗ കാലത്ത് തന്നെ നഷ്ടപ്പെടാതിരുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രത്യുൽപാദനപരം, റീപ്രൊഡക്റ്റീവും പ്രവർത്തനപരം സിവിയറായ സോഷ്യോ ഒക്കുപേഷണൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്. എന്നിട്ടും ഈ ട്രൈറ്റുകൾ, ഈ ജീനുകൾ തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? ഇതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. എന്തുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത്?
സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു സ്പെക്ട്രം ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ സൈക്കോസിസിൽ ഈ ജീനുകൾ പരിണാമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കാലത്തെക്കുറിച്ച്, അതിൻ്റെ പരിണാമം നടന്ന ശിലായുഗ പരിസരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരും. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ നാടോടികളായി ഒട്ടൊക്കെ ഗുഹാജീവിതം നയിച്ച് വേട്ടക്കാരും ശേഖരണക്കാരുമായിട്ട് ജീവിച്ചിരുന്ന ഈ കാലത്ത് ഒരു ഗോത്രത്തിൻ്റെ മുമ്പിൽ ഈ ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങൾ, വിചിത്രമായ അനുഭവങ്ങൾ എങ്ങനെയാവാം ഷോക്കേസ് ചെയ്യപ്പെട്ടത്? എങ്ങനെയാവാം ആ സമൂഹം അതിനെ വിലയിരുത്തിയത്? അതിൻ്റെ ഉത്തരം പ്രാചീന ഗുഹാചിത്രങ്ങളിലുണ്ട്. ഇത്തരം വിചിത്രമായ ട്രാൻസ് അവസ്ഥകളിലേക്ക് പോകാനാണ് പ്രാചീന മനുഷ്യൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് പരിണാമശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രപ്പോളജി വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് മാജിക് മഷ്റൂംസ് പോലെ മായികമായ ചില കൂണുകളുണ്ട്, മായിക സ്വഭാവമുള്ള ചില കൂണുകൾ, അമാരിറ്റ മെസ്കാരിന എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൈലോസൈബിൻ എന്ന് പറയുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിലടങ്ങിയിരിക്കുന്നത്. ഈ മായികമായ സ്വഭാവമുള്ള അല്ലെങ്കിൽ മായിക അനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും മസ്തിഷ്കത്തിൻ്റെ നിരവധിയായ തകരാറുകൾ കൊണ്ടും പ്രാചീന ഗുഹാമനുഷ്യർക്ക് അല്ലെങ്കിൽ ഗോത്രജീവിതം നയിച്ചിരുന്നവർക്ക് ചിത്തഭ്രമമുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത്? ഇതാണ് ഷാമനിസത്തിലേക്ക് അല്ലെങ്കിൽ പ്രേതാർച്ചനയിലേക്ക് നയിച്ചത് എന്ന് അനുമാനിക്കപ്പെടുന്നു. എന്താണ് ഈ ഷാമനിസം? ആത്മാക്കളോട് ഒരു ഗോത്രമൂപ്പൻ അല്ലെങ്കിൽ ഗോത്ര മന്ത്രവാദി നടത്തുന്ന സംഭാഷണമാണ് ഈ ഷാമനിസത്തിൽ സംഭവിക്കുന്നത്. ഈ ആത്മാക്കളോടുള്ള ആരാധന, പൂർവികരോടുള്ള ആരാധന, ഇതെല്ലാം കടന്നു വന്നത്, അതെല്ലാം വേരുപിടിച്ചത് ഇത്തരം വിചിത്രമായ അനുഭവങ്ങളുടെ ചുവട് പിടിച്ചാണ്. ഈ വിചിത്രമായ അനുഭവങ്ങൾ, ഓഡിറ്ററി ഹാലൂസിനേഷൻസ്, ശബ്ദങ്ങൾ അശരീരിയായിട്ട് കാതിൽ കേൾക്കുക, ഇത് ആത്മാക്കളെക്കുറിച്ചും മരിച്ചുപോയവരെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമുള്ള അരുളപ്പാടുകളായി ആ സമൂഹം വിലയിരുത്തിയിരിക്കാം. അതിൻ്റെ ശേഷിപ്പുകൾ നമ്മുടെ കൾച്ചറിൽ ഇന്നും നിലനിൽക്കുന്നു. മന്ത്രവാദികൾ വെളിച്ചപ്പാടൊക്കെ തുള്ളുമ്പോൾ ദേവിയുടെ അരുളപ്പാടിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ശബരിമല കേസ് വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ദേവൻ്റെ അനുജ്ഞ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് വലിയ ഹീറ്റഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നടക്കുന്നത്. എന്താണ് ഈ ദേവൻ്റെ അനുജ്ഞ? ദേവൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന തന്ത്രി ദേവനോട് നടത്തുന്ന ഒരു സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷന് ശേഷമാണ് തന്ത്രി അനുജ്ഞ കൊടുക്കുന്നത്. അങ്ങനെയാണ് ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ അനുജ്ഞ ദേവസ്വം ബോർഡിന് എഴുതി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് തന്ത്രി അനുജ്ഞ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് തന്ത്രിയുടെ മനസ്സും ദേവൻ്റെ മനസ്സും തമ്മിൽ നടക്കുന്ന ആ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ? അതിന് നിയമസാധുതയുണ്ട്. അനുജ്ഞ കൊടുക്കപ്പെടുന്നതിന് നിയമസാധുതയുണ്ട്. അതൊരു രേഖയായിട്ടാണ് കൊടുക്കുന്നത്. അത് ദേവസ്വം ബോർഡിനാണ് എഴുതി കൊടുക്കുന്നത് തന്ത്രി. അത് വേണമെങ്കിൽ ദേവസ്വം ബോർഡ് അങ്ങോട്ട് ആവശ്യപ്പെടണം തന്ത്രിയോട്. അപ്പോഴാണ് ദേവൻ്റെ അനുജ്ഞ തന്ത്രി തേടുന്നത്. നോക്കൂ, ആധുനിക സമൂഹത്തിൽ വരെ ഈ പ്രാചീനമായ ഉത്തരപ്രാചീന ശിലായുഗം തൊട്ട് ആരംഭിക്കുന്ന ഈ ഷാമനിസത്തിൻ്റെ വേരുകൾ നീണ്ടു കിടക്കുന്നു. അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. അത് നിയമസാധുതയുള്ളൊരു കാര്യമാണ് ഈ ദേവൻ്റെ അനുജ്ഞ. അതുകൊണ്ടാണല്ലോ അത് കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ള കാര്യത്തിൽ നിയമപ്രശ്നം വരുന്നത്. അത് കൊടുത്തില്ല, അത് മൗന അനുവാദമാണ് നൽകിയത് എന്നാണ് തന്ത്രിയുടെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്നാണ് ഞാൻ ടെലിവിഷൻ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കിയത്. ഈ ജോൺ ഓഫ് ആർക്കിന് ഉണ്ടായതുപോലെ ഇത്തരം ദർശനങ്ങൾ ഒരു ഗ്രാൻഡിയോസ് ഡെലൂഷൻ ഉണ്ടാക്കി ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതി.
ഇന്ന് നമ്മുടെ സമൂഹം, പരിഷ്കൃത സമൂഹം, ഇത്തരം സൈക്കിക് അനുഭവങ്ങളിലൂടെ രൂപപ്പെട്ട ഷാമനിസത്തിൻ്റെ ഇങ്ങേയറ്റത്തെ വേരുകളുടെ നിയമസാധുതയെ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ കളക്റ്റീവ് കോൺഷ്യസായി ഇത് രൂപപ്പെട്ടത്. ഈ പ്രാചീന സമൂഹങ്ങളിൽ ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു മീനിങ് നൽകിയിരുന്നു, ഒരർത്ഥം. അതുപോലെ അതിന് ആചാരത്തിൻ്റെ ഒരു വലിയ പരിവേഷം ഉണ്ടായിരുന്നു. അത് സാമൂഹ്യമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു പ്രധാന കാരണം അന്നത്തെ ചിതറിപ്പാർത്തിരുന്ന സമൂഹത്തെ ഒരുമിച്ച് നിർത്തിയിരുന്ന ഒരു വലിയ സാമൂഹ്യ സാംസ്കാരിക ഘടകമായി ഷാമനിസം, ഈ മന്ത്രവാദം, ഈ പ്രാചീന മന്ത്രവാദം, ഈ പ്രേതാർച്ചന, ആത്മാക്കളോടുള്ള ഈ സംസാരം, ഈ ട്രാൻസ് പൊസഷൻ അറ്റാക്കുകളിലൂടെ അല്ലെങ്കിൽ ട്രാൻസ് പൊസഷൻ അനുഭവങ്ങളിലൂടെ അന്നത്തെ പ്രാചീന പുരോഹിതർ നടത്തിയിരുന്ന ഇത്തരം ആത്മീയമായ കമ്മ്യൂണിക്കേഷൻസ് പ്രവർത്തിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വേരുകൾ ഇന്ന് ആധുനിക സമൂഹം വരെ എത്തി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സൈക്കോസിസ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഈ ജീനുകൾ, ഈ സൈക്കോട്ടിക് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരേ സമയം, അല്ലെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്ന സിംറ്റംസിൻ്റെ ജനിതകമായ വേരുകൾ പരിശോധിക്കുമ്പോൾ അത് പോളിജെനിക്കുമാണ്, പ്ലിയോട്രോപ്പിക്കുമാണ്. അത് പോളിജെനിക്കുമാണ്, പ്ലിയോട്രോപ്പിക്കുമാണ്. എന്താണ് ഈ പോളിജെനിക് എന്ന് പറഞ്ഞാൽ? നിരവധി ജീനുകളിലൂടെ കടന്നു വരുന്നത് ഒരു സിംഗിൾ ജീൻ. ഇതാണ് സൈക്കോസിസിൻ്റെ ജീൻ എന്ന് പറഞ്ഞ ഒരു ജീനിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതൊരു സിംറ്റം ക്ലസ്റ്ററാണ്, ലക്ഷണങ്ങളുടെ ഒരു സംഘാതമാണ്. ഒരു സിംഗിൾ ജീനിലൂടെയല്ല, നിരവധി ജീനുകളിലൂടെയാണ് അത് കടന്നു വരുന്നത്. പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പ്ലിയോട്രോപ്പിക് ആണത്. എന്താണ് പ്ലിയോട്രോപ്പിക്? പ്ലിയോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ജീൻ തന്നെ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കാതെ നിരവധിയായ ശാരീരിക പ്രക്രിയകളെയും സ്വഭാവത്തെയും നിർവചിക്കുന്ന ഒന്നാണ് ഈ പ്ലിയോട്രോപ്പിക് എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ സൂചിതമാകുന്നത്. ഈ പ്ലിയോട്രോപ്പി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ, ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന ഒരു ജീനിൽ സംഭവിക്കുന്ന മ്യൂട്ടേഷൻ ശരീരത്തിൽ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഷെയ്പ്പിനെ മാറ്റും. അങ്ങനെ നിരവധിയായ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് പ്ലിയോട്രോപ്പിക്കാണ്. അതുപോലെ ഈ സൈക്കോസിസ് ഒരേ സമയം പോളിജെനിക്കും പ്ലിയോട്രോപ്പിക്കുമാണ്. ഇതാണ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയുടെ, ഇൻ്റലിജൻസിൻ്റെ, ബൗദ്ധിക ശേഷികളുടെ, ലാംഗ്വേജ് എബിലിറ്റിയുടെ, ഭാഷാപരമായ കഴിവുകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീനുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ സൈക്കോസിസ് വരുന്നത്. ഇതിൻ്റെ മൈൽഡർ വേർഷൻസ്, അതായത് ലഘുരൂപങ്ങൾ, പലപ്പോഴും നമുക്ക് പരിണാമപരമായ അഡ്വാൻറ്റേജ് നൽകുന്നു. നമ്മുടെ ക്രിയേറ്റിവിറ്റി അത് വർദ്ധിപ്പിക്കുന്നു, നമ്മുടെ ഭാവനാശേഷിയെ വർദ്ധിപ്പിക്കുന്നു, പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കാൻ അത് ബ്രെയിനിന് ശക്തി പകരുന്നു. ബാക്കിയുള്ളവർ ചിന്തിക്കുക, നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറയാം. അതായത് വ്യവസ്ഥാപിതമായ നിയമത്തിനും ധാരണകൾക്കും അപ്പുറം ചിന്തിക്കാനൊക്കെ ഈ ജീനുകൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഭാഷാപരമായ കഴിവുകളെ അത് വർദ്ധിതമാക്കുന്നു, ബൗദ്ധിക ശേഷി അത് കൂട്ടുന്നു. ഇതിൻ്റെയൊക്കെ മൈൽഡർ ഫോമുകൾ പരിണാമപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ചില തലമുറകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പോളിജെനിക് ഇൻഹെറിറ്റൻസിലൂടെയാണ് കടന്നു വരുന്നത്. ചില തലമുറകളിൽ ആ മ്യൂട്ടേഷൻസിൻ്റെ ഒരുമിച്ച് ചേരൽ, ചില മ്യൂട്ടേഷൻസിൻ്റെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് പത്തോളജിക്കലായി തീരും, അതായത് രോഗകാരണമായി തീരും. ചുരുക്കത്തിൽ ചില തലമുറകളിൽ അത് രോഗകാരിയും ചില തലമുറകളിൽ പരിണാമപരമായ അഡ്വാൻറ്റേജ്, മുന്നേറ്റത്തിനും കാരണമാകും. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമുക്ക് എല്ലാവർക്കും ബൗദ്ധിക ശേഷികളുടെ അവസാന വാക്കെന്നൊക്കെ പോപ്പുലർ സയൻസിൽ പറയാറുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാര്യമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകന് സ്കീസോഫ്രീനിയായിരുന്നു. അപ്പോൾ ഈ സൈക്കോസിസിൻ്റെ ജീൻ പലപ്പോഴും സ്ട്രെയിഞ്ച് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്.
പലപ്പോഴും വലിയ വലിയ കലാകാരന്മാർക്ക്, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് മുതൽക്കൂട്ടാവാൻ ഈ ക്രിയേറ്റിവിറ്റിയുടെയും ഇൻ്റലിജൻസിൻ്റെയും ഈ ജീനുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചില തലമുറകളിൽ അത് പെത്തോളജിക്കലാവും. അതുകൊണ്ടാണ് പരിണാമപരമായി ഈ ജീനുകൾ പോസിറ്റീവ് സെലക്ഷന് വിധേയമായത്. പലപ്പോഴും ഈ രോഗം ബാധിച്ച വ്യക്തികൾ നീക്കം ചെയ്യപ്പെടുന്നു എങ്കിലും അവരുടേതിന് സമാനമായ ജീനുകൾ പേറുന്ന, എന്നാൽ ഈ മൈൽഡർ വേർഷൻസ് ഉള്ള, താരതമ്യേന ലഘുവായ സൈക്കോസിൻ്റെ മ്യൂട്ടേഷൻസ് പേറുന്ന അവരുടെ അടുത്ത കുടുംബക്കാർ, അടുത്ത രക്തബന്ധമുള്ളവർ, അവരിലൂടെ ഈ ട്രെയ്റ്റ് മനുഷ്യകുലത്തിൽ നിലനിന്നു. പലപ്പോഴും ഒരു ഷാമനെ സംബന്ധിച്ച്, ഇത്തരം അരുളപ്പാടുകൾ കിട്ടുന്ന ഒരു ഗോത്ര മന്ത്രവാദിയെ സംബന്ധിച്ച് അവർക്ക് പ്രത്യുൽപാദനപരമായൊരു മുൻഗണന കിട്ടും. കൂടുതൽ ആ ഗോത്രത്തിലെ സ്ത്രീകൾ ഒരുപക്ഷെ അയാളിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം. അങ്ങനെ തന്നെ ആ ജീനുകൾ പൊസഷൻ്റെ, ഇത്തരം ട്രാൻസിൽ വീഴാൻ സഹായിക്കുന്ന ഹിപ്നോട്ടിസബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഹിപ്നോട്ടിസബിലിറ്റിയുടെ ജീനുകൾ പേറുന്നവരാണ് പെട്ടെന്ന് ഈ പൊസഷൻ അറ്റാക്കിലും ട്രാൻസിലും ഒക്കെ വീഴുന്നത്. അതായത് ഈ മോഹനിദ്രയിലും ബാധ കയറുന്നത് പോലെയുള്ള അവസ്ഥയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. അത്തരം ജീനുകൾ പോസിറ്റീവ് സെലക്ഷന് വിധേയമായിട്ടുണ്ടാവാം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ പരിണാമം അന്ധമായിട്ട് മനുഷ്യ വംശത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെട്ട കാലമാണ് ഈ ശിലായുഗം. ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നില്ല. പലപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. രോഗം ബാധിച്ചവരാണെങ്കിലും അവർ പലപ്പോഴും വിവാഹം കഴിക്കുന്നുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പ്രാചീന ലോകത്ത് ഈ രോഗം വളരെ അന്ധമായ പരിണാമപരമായ തെരഞ്ഞെടുപ്പുകൾക്ക്, അത് പോസിറ്റീവ് സെലക്ഷനും നെഗറ്റീവ് സെലക്ഷനും വിധേയമായിട്ടും ഈ ജീനുകൾ സർവൈവ് ചെയ്യാനുള്ള കാരണം ഇതായിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്ലേറ്റാണ്. അവിടെ ഒരു ജീൻ കൾച്ചർ കോ എവല്യൂഷനാണ് നടന്നിരിക്കുന്നത്. അതായത് ജീനുകളും സംസ്കാരവും ഒരുമിച്ച് ഇവോൾവ് ചെയ്തു വരിക. ഒരു ജീനിന് പോസിറ്റീവായിട്ട് ആ കൾച്ചറിലൊരു പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യപ്പെടും. ആ കൾച്ചർ അതിന് പ്രത്യേകമായൊരു പ്രാധാന്യം നൽകുകയാണെങ്കിൽ ആ ജീൻ പേറുന്നവർക്ക് പ്രത്യുൽപാദനപരമായ ഒരു മേൽക്കൈ കിട്ടും. അങ്ങനെ കൂടുതൽ കൂടുതൽ അനന്തര തലമുറകളിലേക്ക്, വ്യക്തികളിലേക്ക് ആ ജീൻ കൈമാറ്റം ചെയ്യപ്പെടും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ജീൻ കൾച്ചർ കോ എവല്യൂഷന് വിധേയമായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ സിംബോളിക് അബ്സ്ട്രാക്ഷൻ, അതായത് രൂപകങ്ങളെ മനസ്സിലാക്കാനും അതിനെ മനസ്സിലാക്കി പെരുമാറാനുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ കഴിവ്, ലാംഗ്വേജാണ് അതിനെ വളർത്തിയത്. ഭാഷയുടെ വികാസം സിംബോളിക് അബ്സ്ട്രാക്ഷനെ വർദ്ധിപ്പിച്ചു. സിംബോളിക് അബ്സ്ട്രാക്ഷൻ കൂടുതൽ സങ്കീർണമായ ഭാഷാരൂപങ്ങളെ, പ്രയോഗങ്ങളെ സൃഷ്ടിച്ചു. അത് ഭാഷയെ വിപുലമാക്കി. അതുപോലെ തന്നെ ഭാഷയുടെ വിപുലമായ ഉപയോഗം സിംബോളിക് അബ്സ്ട്രാക്ഷനെ, പ്രതീകങ്ങളെ ഉപയോഗിക്കാനുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശേഷിയെ തിരിച്ചും വർദ്ധിപ്പിച്ചു. അതുപോലെ ഈ സാമൂഹ്യമായ തെരഞ്ഞെടുപ്പ്, സോഷ്യൽ നോംസ്, സാമൂഹ്യ നിയമങ്ങൾ പലപ്പോഴും വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിച്ചു. പല വിശ്വാസങ്ങൾ സാമൂഹ്യ നിയമങ്ങളിലൂടെ അതിജീവിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ മസ്തിഷ്കം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ജീവലോകത്തിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ചിന്തയാവാം. എങ്കിലും ഇന്നത്തെ നമ്മുടെ പരിണാമത്തെ തന്നെ തിരിച്ച് സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ജീവിവർഗമായി മനുഷ്യനെ രൂപപ്പെടുത്തിയത് നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മസ്തിഷ്കമാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന, അതിലെ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന മസ്തിഷ്ക ഭാഗമാണ്, അതിൻ്റെ സങ്കീർണമായ ന്യൂറൽ ബന്ധങ്ങളാണ് മനുഷ്യൻ്റെ ഇത്രയും സങ്കീർണമായ സിസ്റ്റങ്ങളെ, ഇത്രയും സങ്കീർണമായ സാമൂഹ്യ വ്യവസ്ഥകളെ, നിയമങ്ങളെ, ഭാഷയെ, സാങ്കേതിക വിദ്യയെ ഒക്കെ നിർമ്മിക്കാൻ സഹായിച്ചത്. ഇതിൽ ഈ പറയുന്ന നിർമ്മിതിയിൽ ഒരു വലിയ പങ്ക് തെരഞ്ഞെടുപ്പിന്, ഈ പറയുന്ന ചിത്തഭ്രമത്തിൻ്റെ വിഭ്രാന്തിയുടെ
ജീനുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ ന്യൂറോബയോളജിയുടെ ഭാഷയിൽ ചിന്തിക്കുമ്പോൾ ഈ സൈക്കോസിസിൽ എന്താ സംഭവിക്കുന്നത്? ഒരു അബറൻറ്റ് സാലിയൻസ് ആണ്. അബറൻറ്റ് സാലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതാണ് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് നിരവധിയായിട്ടുള്ള സ്റ്റിമുലസുകൾ, ഉത്തേജകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രത്യേക ഉത്തേജകത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഡോപ്പമീനാണ്. ഉദാഹരണത്തിന് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്നു, പെട്ടെന്നൊരു വണ്ടിയുടെ ഓൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു, അതിന് നമ്മുടെ ബ്രെയിൻ ഒരു പ്രാധാന്യം കൊടുക്കുന്നു. ഡോപ്പമീനാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഈ സിസ്റ്റം സാലിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയും. ഈ സാലിയൻസ് നെറ്റ്വർക്കിൻ്റെ ഒരു ഡിസ്റെഗുലേഷൻ, ക്രമരാഹിത്യം, അതാണ് ഇവിടെ സംഭവിക്കുക. അതാണ് ഈ അബറൻറ്റ് സാലിയൻസ് എന്ന് പറയുന്നത്. അതായത് യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങളിൽ പ്രാധാന്യം മനുഷ്യ മസ്തിഷ്കം ആട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങും. അത് മിഥ്യാധാരണകൾക്കും മായികമായ അനുഭവങ്ങൾക്കും വഴിവെക്കും. വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് അർത്ഥമൊന്നും ആട്രിബ്യൂട്ട് ചെയ്യേണ്ടാത്ത, ആരോപിക്കേണ്ടാത്ത ഒന്നിന്മേൽ മനുഷ്യ മസ്തിഷ്കം ഒരു സവിശേഷമായ അർത്ഥം കൊടുക്കും. ഉദാഹരണത്തിന്, അവിടെ ഇരുന്ന് ഒരാൾ മൊബൈൽ നോക്കുന്നു, അയാൾ എന്നെക്കുറിച്ച് എന്തോ ഗൂഢാലോചന നടത്തുകയാണ്, എന്നെക്കുറിച്ച് പോലീസിന് അയാൾ മെസ്സേജ് അയക്കുകയാണ്. അയാളുടെ ശരീരഭാഷയിൽ തന്നെ അതുണ്ട്. വിചിത്രമായ, ഇല്ലാത്ത ഒരർത്ഥം ഒരു സ്റ്റിമുലസിൻ്റെ മുകളിൽ, ഒരു ഉത്തേജനത്തിൻ്റെ മുകളിൽ ആരോപിക്കുക. സഡൻ ഓൺസെറ്റ് ഓഫ് മീനിങ്, റെസിസ്റ്റൻറ്റ് ടു കൗണ്ടർ എവിഡൻസ്. അപ്പോൾ നമ്മളോട് പറയുകയാണ്, ഇത് ശരിയല്ലല്ലോ, അയാൾ അവിടെ ഇരുന്ന് മൊബൈൽ നോക്കുകയാണ്, അതിന് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ തെളിവുകളെയെല്ലാം നിരാകരിക്കുന്നു. അതുപോലെ വൈകാരികമായി ഈ ധാരണയിലേക്ക്, ഉറച്ച ബോധ്യത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഡെലൂഷൻസ് ഉണ്ടാകുമ്പോൾ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്നത്. അബറൻറ്റ് സാലിയൻസ്. ഡോപ്പമീൻ്റെ അബ്നോർമാലിറ്റിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. മീസോ ലിംബിക് പാത്വേയിൽ ഡോപ്പമീൻ കൂടുന്നു, മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമീൻ കുറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട 3 സർക്യൂട്ടുകളുണ്ട്. ഒന്ന് DMN, ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. വേറൊന്ന് എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക്, ഫ്രോണ്ടോപറൈറ്റൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക്. മൂന്നാമത്തത് സാലിയൻസ് നെറ്റ്വർക്ക്. സാലിയൻസ് നെറ്റ്വർക്കാണ് ഈ DMN, ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കും അതുപോലെ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്കും ഓണും ഓഫും ചെയ്യുന്നത്. ഈ സാലിയൻസ് നെറ്റ്വർക്കിനുണ്ടാകുന്ന തകരാറ് ചിത്തഭ്രമത്തിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ അതാണ് ചിത്തഭ്രമത്തിലേക്ക് നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു എവല്യൂഷണറി ട്രേഡ് ഓഫിൻ്റെ ഭാഗമാണ്, ഒരു വിട്ടുവീഴ്ച. നമ്മുടെ പരിണാമത്തിൽ നമ്മുടെ മസ്തിഷ്കം പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ സൈക്കോസിസ് എന്ന് എവല്യൂഷണറി സൈക്യാട്രി വിലയിരുത്തുന്നു. അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകതയ്ക്കും വിശ്വാസങ്ങൾക്കും ധാരണകൾക്കും സാമൂഹ്യമായ ബോധ്യങ്ങൾക്കും ഒരു കാര്യത്തിന് അർത്ഥം കൊടുത്ത് ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവുകൾക്കുമൊക്കെ നമ്മൾ പരിണാമപരമായി കൊടുത്ത ഒരു വിലയാണ് യഥാർത്ഥത്തിൽ സൈക്കോസിസ്. അത്തരം ചില മ്യൂട്ടേഷൻസ് പത്തോളജിക്കലായി ചില തലമുറകളിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ്, അത് പ്ലിയോട്രോപ്പിക് ആണ്. അങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ, പേഴ്സിസ്റ്റൻസ് അക്രോസ് കൾച്ചേഴ്സ്, എല്ലാ സംസ്കാരങ്ങളിലും ചിത്തഭ്രമമുണ്ട്, അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച വ്യക്തികളുണ്ട്. അതിൻ്റെ ചെറിയ രൂപങ്ങളുണ്ട്, ഉയർന്ന രൂപങ്ങളുണ്ട്, അത് കൊടുക്കുന്ന കടുത്ത രോഗാവസ്ഥകളുണ്ട്. അതിൻ്റെ പാരമ്പര്യ സ്വഭാവം, സൈക്കോസിസ് റൺസ് ഇൻ ഫാമിലീസ്. അപ്പോൾ തന്നെ അത് ജീനുകളിലൂടെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സ്കീസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, ഡിപ്രഷൻ, അതുപോലെ നിരവധിയായിട്ടുള്ള ഡെലൂഷണൽ ഡിസോർഡർ, എല്ലാത്തിനും പാരമ്പര്യ സ്വഭാവങ്ങളുണ്ട്. അതുപോലെ ഈ സൈക്കോസിസ് ബാധിച്ച പല വ്യക്തികൾക്കും സ്പിരിച്വാലിറ്റിയുമായും ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ബന്ധങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഇത് പ്രധാനമാണ്. പല റിലീജിയസ് ലീഡേഴ്സിനും ഉണ്ടായിരുന്നത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയുടെ ഭാഗമായ
ചിത്തഭ്രമത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു എന്ന് നാം ഇന്ന് വിലയിരുത്തുന്നു. നമ്മുടെ നിരവധി സന്യാസിമാർക്ക് ദൈവികമായ അനുഭവങ്ങൾ ഉണ്ടായത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആയിരുന്നു. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ദസ്തേവിസ്കി ഇത് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആയിരുന്നു. ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി സൃഷ്ടിക്കുന്ന താൽക്കാലികമായ സൈക്കോട്ടിക് അനുഭവത്തിൽ കടുത്ത ദൈവിക അനുഭവം തനിക്കുണ്ടാകുമായിരുന്നു എന്ന് ദസ്തേവിസ്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. സൈക്കോസിസ് എന്ന് പറയുന്നത് ആധുനിക മനോരോഗ വിജ്ഞാനീയം ഒരസുഖമായി, ചികിത്സ തേടേണ്ട ഒരസുഖമായി ഇന്ന് കണക്കാക്കുന്നു. അതിൻ്റെ നിരവധിയായ രൂപങ്ങളുണ്ട്. അതിൻ്റെ ചെറിയ രൂപങ്ങൾ വഹിക്കുന്ന ചില വ്യക്തിത്വ സവിശേഷതകളുണ്ട്. സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതിരിക്കുമ്പോൾ, മനസ്സ് സംഭ്രാന്തിയിലാവുമ്പോൾ, ടെൻഷനിലാവുമ്പോൾ, കടുത്ത വൈകാരികമായ തകർച്ചയുണ്ടാകുമ്പോൾ, ശാരീരികമായ രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഈ ചിത്തഭ്രമത്തിൻ്റെ പല രൂപങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ചില ഘടനകൾക്ക്, ചില പ്രവർത്തനങ്ങൾക്ക് സംഭവിക്കുന്ന ഒരപഭ്രംശമാണിത്. ഈ അപഭ്രംശത്തിൻ്റെ പല രൂപങ്ങളും പ്രാചീന ശിലായുഗത്തിൽ പരിണാമപരമായ പോസിറ്റീവ് സെലക്ഷന് വിധേയമായിട്ടുണ്ട്. മതത്തെ നിർമ്മിച്ച, വിശ്വാസധാരകളെ നിർമ്മിച്ച പല ബോധ്യങ്ങളും അതിന് പലപ്പോഴും ചാലകശക്തിയായി പ്രവർത്തിച്ചത് ഈ സൈക്കോട്ടിക് ഫീച്ചേഴ്സാണ്. അതുകൊണ്ടാണ് മായികമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോഴും ചിലരെല്ലാം ഏർവാടിയിലേക്കും ഭീമാപ്പള്ളിയിലേക്കും ചോറ്റാനിക്കരയിലേക്കും സാത്താൻ ഒഴിപ്പിക്കലിലേക്കും ബാധ ഒഴിപ്പിക്കലിലേക്കുമൊക്കെ ഓടുന്നത്. അതിൻ്റെ മായികമായ സ്വഭാവം, തനിക്ക് അജ്ഞാതമായ എന്തോ ഒന്ന് തന്നിലേക്ക് വരുന്നു, ഏതോ അജ്ഞാത ശക്തി ഇടപെടുന്നു എന്നുള്ള കടുത്ത വിശ്വാസം. അതുകൊണ്ടാണ് അതിന് മാജിക്കോ റിലീജിയസ് ആയിട്ടുള്ള പരിഹാരങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. പല വിശ്വാസങ്ങളെയും നിർമ്മിച്ചതും രൂപപ്പെടുത്തിയതും ആധുനിക ലോകത്ത് അതിനെ സജീവമാക്കി നിലനിർത്തുന്നതിലും ഇത്തരം സൈക്കിക് അനുഭവങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഇത്തരം അപഭ്രംശങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഇത്തരം അനുഭവങ്ങളെക്കുറിച്ച് മനുഷ്യ സംസ്കാരത്തിലും പരിണാമത്തിലും അത് ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ശാസ്ത്രീയ ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് സർവപ്രധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ ക്ഷമയോടെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.